നമ്മുടെ യാത്ര കാരന്തൂർ മർക്കസിലെത്തി നിൽക്കുകയാണ്. ഉസ്താദ് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാറിന്റെ ആസ്ഥാനത്തേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് അല്ലേ? ഈ ലഹരിക്കെതിരെ ഒരുപക്ഷെ നേരത്തെ തന്നെ നമ്മളെക്കാളും മുമ്പേ ഒരുപാട് മുന്നേ തന്നെ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ ലഹരിക്കെതിരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മർക്കസിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതിനൊരു പ്രാധാന്യം കൂടുതൽ നമ്മുടെ യാത്ര ലഹരിക്കെതിരായ ഇടപെടൽ നടത്തിയ എന്തെല്ലാം സാർ സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇത് ഹാഷ്മി റഫ്സൻജാനി അല്ലെ? അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വിജയകുമാർ സാർ ഇല്ല ഇന്ന് കൂടെ? അതെ. പിന്നെ വിമൻസ് ഈവനിങ് നടക്കണായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ അവിടെ ആയിരിക്കുന്നതാണ്. ഓ, കാണുന്നുണ്ട്. കാരണം 24 ഒരുപാട് കാണുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക്. ഓക്കെ. അപ്പൊ വളരെ സന്തോഷം അങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയത്. അപ്പൊ നമ്മള് എന്നാൽ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം. ഏത് ലഹരി വസ്തു നിഷിദ്ധമാണ്? ലഹരി ഉപയോഗിക്കുന്നവന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. പ്രവാചകന്റെ വചനങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിച്ചാണ് നമ്മളെ. ലഹരി ഉപയോഗിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല അല്ലേ? പ്രവാചകന്റെ അധ്യാപനവും. അപ്പോ ദീപക് നേരത്തെ പറയുകയായിരുന്നു ഈ ലഹരിക്കെതിരായിട്ട് ആദ്യമായിട്ട് അല്ലെ? ഒരു പക്ഷേ നമ്മളൊക്കെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലഹരിക്കെതിരെ കൃത്യമായി കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അതുപോലെ ഉസ്താദിന്റെ പഠന ക്ലാസ്സുകളെല്ലാം സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ 62 വർഷം മുതൽ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പയിനായിട്ട് എടുത്തത്. അതുകൊണ്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ യാത്രയിൽ നിർബന്ധമായും എത്തേണ്ട ഒരിടത്താണ് എത്തിയത് അല്ലേ? അല്ല, കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിൽ നമ്മളിപ്പോ 12 ജില്ല ഏകദേശം കടക്കുക, 26ാമത്തെ ദിവസമാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അപകടം, വളരെ മോശമാണ് സ്ഥിതി. നമ്മളിപ്പോ കാര്യമായിട്ട് പിടിച്ചില്ലെങ്കിൽ കേരളം കൈവിട്ടു പോകും. ലേറ്റായി തീർച്ചയായും. എന്നാലും നമുക്ക് ഇനി ലേറ്റായി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ മതമേലധ്യക്ഷന്മാരോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് സീനിയർ മാധ്യമപ്രവർത്തകനായ SKനെ കൊണ്ട് ഉണ്ടാകുമെന്ന്. അതെ 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 അതെ. ഈ SKN യാത്ര തുടങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ നീണ്ട ഒരു വലിയ അഭിമുഖം. ആ അഭിമുഖത്തിന്റെ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു യാത്രയുടെ ഒരു വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രി സമർപ്പിക്കും, അത് SKN സമർപ്പിക്കുന്നു പറയുന്നു. അതെ അതെ. അപ്പൊ അതിനകത്ത് ഈ ഉറവിടങ്ങളും ഇതിനകത്തുള്ള അപകടകാരികളുടെ പേര് വിവരങ്ങൾ കളച്ചിത്രം സഹിതം അവരുടെ പടവും കാണും. കാര്യം ടെലിവിഷനിലെ പടം വേണമല്ലോ. അതെ, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ലല്ലോ. ഇതിന്റെ വലിയ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് സമുദായത്തിലും സമൂഹത്തിലും ഒക്കെ പ്രത്യേക റോൾ അഭിനയിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ നമ്മൾ പറയുമ്പോൾ ഇസ്ലാം ഒരു മതമാണ്, മതപരമായി തന്നെ വിലക്കുണ്ടല്ലോ. അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണോ ഉസ്താദ് ഇത്തരത്തിലൊരു ഇടപെടൽ പണ്ടേ നടത്തിയത്? അതെ അതെ. നേരത്തെ നമ്മുടെ ഓരോ നീക്കങ്ങളും മതപരമാകണം എന്ന കണിശതയിൽ കൂടിയാണ് ഇത്തരം വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാരണം വിപത്തുകൾ എന്താണെന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് പതിറ്റാണ്ടുകളായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇതിന്റെ ഭവിഷ്യത്ത് തന്റെ ഓരോ വിദ്യാർത്ഥിയെയും, എന്ന് പറഞ്ഞാൽ 60,000-ത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ, അവരെയൊക്കെ അല്ല ഈ കാലയളവില് അത്രയും വിദ്യാർത്ഥികൾക്ക് ഈ ആശയങ്ങൾ എന്നും പകർന്നു കൊടുക്കുകയാണ്. അവരൊക്കെ കേരളത്തിന്റെയും ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിലും രാജ്യത്തിന് പുറത്തുമൊക്കെ ഇത്തരം ആശയങ്ങൾ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി MD അടിച്ച കാര്യം പറയായിരുന്നു. അപ്പോൾ അത്രത്തോളം ഭീകരമാണ്, എല്ലാ പഞ്ചായത്തിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ മത നേതൃത്വങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മതനേതൃത്വം ശ്രമിച്ചാലാണ് ചെറിയ പ്രായത്തിലുള്ളവരിൽ നമസ്കാരം. അപ്പൊ സന്തോഷം. വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ നമുക്ക് വളരെ ഒരു സാധാരണ കവിഞ്ഞ് നമുക്ക്
നമുക്ക് അങ്ങോട്ട് തീർച്ചയായിട്ടും ഓക്കെ യാ ഇന്നലെ തുടങ്ങി, ഇന്ന് തുടങ്ങി. SPC കുട്ടികളാണ് ഇപ്പം ഈ സല്യൂട്ട് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇവർക്കും നിർണായകമായ റോളുണ്ട്. കാരണം ഈ ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിലും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലും SPCക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. ഓക്കെ എന്തായാലും നന്നായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. ഓക്കെ, താങ്ക്സ് അലോട്ട്. ഞങ്ങൾക്ക് ഇതൊരു വേറെ എക്സ്പീരിയൻസാ, അപൂർവമായ ഒരു എക്സ്പീരിയൻസാ. നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? ഓക്കെ താങ്ക് യു ഓൾ. ഓക്കെ ശരി. മദ്യം തിന്മകളുടെ മാതാവ്. അതെ ഇതിപ്പെന്താ വരയ്ക്കുന്ന? എന്താ? അൽഹംറു ഉമ്മുൽ ഖബായിദ്, മദ്യം തിന്മകളുടെ മാതാവ്. കാലത്തിൻ കുത്തൊഴുക്കിനെതിരെ നീന്തുക നാം അൽഹംറു കാരുണ്യത്തിൽ നീരായൊഴുകിയുക നാം കാലമീ ഭൂമിയിൽ തുറന്നു വെക്കുക. കാലങ്ങളായി കാർന്നു തിന്നിടുന്ന ലഹരികളെ ആട്ടിയകറ്റി നാടിപ്പടി കടത്തുക. തിരിച്ചു വരുമ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് നസീം. നസീമെ, താങ്ക് യു, ക്യാരി ഓൺ. ഓക്കെ, നസീമിനെ നമ്മൾ പിന്നെ കാണും. അപ്പൊ ശരിക്കും നമ്മളിപ്പം എത്ര കുട്ടികൾ ഇപ്പൊ മർക്കസിൽ പഠിക്കുന്നുണ്ട്? മർക്കസിന്റെ വിവിധ ക്യാമ്പസുകളിലായി 65,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളിലൊന്നും സ്വാധീനമില്ലാതെ ഇതിന്റെ സ്വാധീനം വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? മർക്കസ് എന്താണ് ഒരു പ്രിക്കോഷൻ, ഒരു കരുതൽ വേണമല്ലോ? മർക്കസിന്റെ എന്ന് പറഞ്ഞാൽ ആത്മീയമായ വിദ്യാഭ്യാസം, പിന്നെ ഡിസിപ്ലിൻ, ഈ 2 പോയിന്റുകളാണ് നമ്മൾ മർക്കസ് ഫോക്കസ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രത്യേകമായ ക്ലാസ്സുകളും ആഴ്ചയിലെ അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിൽ എല്ലാ സ്റ്റുഡൻസും എല്ലാ സ്റ്റാഫും എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് ഈ ലഹരി വസ്തുക്കളെ അവബോധം നൽകി മഹല്ലില് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പിന്നെ പ്രത്യേകമായിട്ട് ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എല്ലാ മഹല്ലിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം പെരുന്നാളിൽ ഉസ്താദിന്റെ സന്ദേശത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ലഹരിക്കെതിരായ വളരെ കൃത്യം നടത്തിയിട്ടുണ്ട്. പിന്നെ വിദേശ നാടുകളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ടല്ലേ ഇവിടെ? വിദേശ നാടുകളിലെ കുട്ടികൾ നോളജ് സിറ്റിയിലാണ്, മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോളജ് സിറ്റിയിലാണ് അതിനു വേണ്ടിയുള്ള ഹമ്പ് തയ്യാറാക്കിയത്. എന്തായാലും ഇവിടെ ഒരു റയർ എക്സ്പീരിയൻസ് ആയ എല്ലാവരും ഇതിൽ ഫീൽ ചെയ്യുന്നത്. മർക്കസിന്റെ 1978 മുതൽക്കാണ് മർക്കസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുവരെ മതവിദ്യാഭ്യാസം മാത്രമായിരുന്നു കുട്ടികൾക്ക് ലഭിച്ചിരുന്നത്. ഇത് രണ്ടും ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ 2 വിദ്യാഭ്യാസവും ഒന്നിച്ച് നൽകി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. വിദ്യാർത്ഥികൾ തന്നെ ഒരു സ്വാഗതഗാനം ഇതിനു വേണ്ടി ഒരുക്കിയതാണ്. ലോകമിലുലകർക്ക് മാതൃക
കാരുണ്യ തെളിനീരായൊഴുകിയിടുക. നാം കാതമീ ഭൂമിയിൽ തുറന്നു വയ്ക്കുക. കാലങ്ങളായി കാർന്നു തിന്നിടുന്ന ലഹരികളെ ആട്ടിയകറ്റി നാടിൻ പടി കടത്തുക. കാതങ്ങളോളം നിലയ്ക്കാത്ത ധർമ്മമാണ് നാം എന്നുറക്കെ വിളിച്ചോതിയിടുക. നാം നന്മയുള്ള വൻമരങ്ങളാവുക. നാം നന്മയുള്ള വൻമരങ്ങളാവുക.